ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം വ്യാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃതിഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിലുള്ള ഇസ്കോൺ ഗുരുവായൂർ, അവിടെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള തുളസി വനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ എന്നോടുകൂടെ ഇത് കേൾക്കുന്ന എല്ലാവരും ഇരിക്കുന്നത് ഈ ഒരു വിശേഷപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ നല്ല മന്ദമാരുതൻ, അതിഭയങ്കരമായിട്ടുള്ള ചൂടുണ്ടെങ്കിൽ ആ ചൂടൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. ധാരാളം തുളസി, അതേപോലെ തന്നെ നല്ല ഫലവൃക്ഷങ്ങൾ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗുരുവായൂരപ്പൻ, മദൻ മോഹൻ, അതേപോലെ ശീലപ്രഭുപാദർ, അങ്ങനെ ഹരിദാസ് ഠാക്കൂർ, എല്ലാവരും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ജഗന്നാഥൻ സാന്നിധ്യം ചെയ്യണു. അങ്ങനെയുള്ള ആ സന്ദർഭത്തിലാണ്, അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ വൃന്ദാവനത്തിലെ ഭക്തന്മാരെ കുറിച്ചിട്ട് സ്മരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറയാറുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടം ഭഗവാന്റെ ഭക്തന്മാർ, ഭക്ത പൂജ വേദിക എന്നാണ്. ഭക്തന്മാരോട് പ്രത്യേക അവരെ സേവിച്ച് കഴിഞ്ഞാൽ ഭഗവാന് കൂടുതൽ ഇഷ്ടമാവും. അതുകൊണ്ടാണ് ഭക്തന്മാർ എഴുതിയിട്ടുള്ള നാരായണീയം കേട്ടാൽ ഗുരുവായൂരപ്പന് മതിയാവില്ല. പൂന്താനം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന കേട്ടാൽ ഗുരുവായൂരപ്പന് എത്രയായാലും മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല. കാരണം ഭഗവാനെ പ്രകീർത്തിക്കുകയാണ് അവിടെ. അതേപോലെ ഓരോ പിന്നെ ഇത് ഹരിനാമ കീർത്തനം എന്നും പ്രഭാതമായാലും 3 മണി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് കേൾക്കണം. അതുകൊണ്ടാണ് എല്ലാവരും ഇത് കേൾക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പരിസരം മുഴുവൻ ഒരു ആനന്ദമയമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. കാരണം ഭക്തൻ ജയദേവർ എഴുതിയിട്ടുള്ള അഷ്ടപതി അത് കേൾക്കാതെ ഭഗവാന് സമാധാനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ അന്തരീക്ഷം ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നത് ഭഗവാന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർ, ആ ഭക്തന്മാരുടെ ചരിത്രത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാന് വളരെ സന്തോഷമാവും, അവർക്ക് സന്തോഷം, അവരുടെ പൂർവികന്മാർക്ക് സന്തോഷമാവും, അതോടുകൂടെ ഭഗവാന് വളരെ സന്തോഷമാവും. ഭഗവാൻ സന്തോഷിച്ചാലും അതിനേക്കാളും വലുതൊന്നും നമുക്ക് ആവശ്യമില്ല. ഭഗവാന്റെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്തിനാണ്? ഭഗവാൻ വ്രണീമഹേത്തെ പരിതോഷണായ എന്നാണ്. പ്രചേതസ്സുകൾ, അവർ 10 ഉണ്ണികൾ, അവർ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരാണ്. അവർ ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്തുള്ള രുദ്രതീർത്ഥത്തിൽ അവരിൽ മുങ്ങിക്കിടന്നുകൊണ്ട് രുദ്രഗീതം ജപിച്ചുകൊണ്ട് അവർ ഭഗവാൻ, രുദ്രഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനെ, അതായത് മഹാവിഷ്ണു ഭഗവാനെ സേവിക്കുന്ന ദിവ്യമായിട്ടുള്ള സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചതാണ്. അത് ഉപദേശിച്ചുകൊണ്ട് ഉപദേശം കിട്ടിയതോടുകൂടി അവർ രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഭഗവാനെ സേവിച്ചു. രുദ്രഗീതം ജപിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സേവിച്ചതോടുകൂടി രുദ്രഗീതം ജപിച്ചുകൊണ്ട് രുദ്രതീർത്ഥത്തിൻ്റെ തീരത്തായിട്ട് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ സാന്നിധ്യം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതി പകരാൻ ഭഗവാന്റെ ഭക്തന്മാരുടെ ചരിത്രത്തിന് കഴിവുണ്ട്. ഭക്തഭക്തിമാനാണ് ഭഗവാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ പരമ്പരയിലുള്ള ഷഡ്ഗോസ്വാമിമാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ജീവഗോസ്വാമി എന്നത്. ജീവസ്യ ജീവൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ജീവഗോസ്വാമിയുടെ ചിന്തകളാണ് സാധാരണ ജീവന്മാർക്ക് ഈശ്വരപ്രാപ്തിക്കുള്ള ഒരു മാർഗം സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അത്രയും വിശേഷപ്പെട്ട ആചാര്യനാണ് അവിടുന്ന് എന്നാണ്. രൂപഗോസ്വാമിയുടെ, സനാതന ഗോസ്വാമിയുടെ സഹോദരിയുടെ പുത്രനായിട്ടാണ് അവിടുന്ന് ജനിച്ചത് എന്നാണ്. അവിടത്തേക്ക് ഈ ജീവഗോസ്വാമിക്ക് ഒരു മനോഹരമായിട്ടുള്ള, അതായത് താമരപ്പൂ പോലത്തെ, ഇതള് പോലത്തെ കണ്ണുകളെന്നാണ് പറയുന്നത്. സ്വർണ്ണ നിറമായിരുന്നു, 6.5 അടി ഉയരായിരുന്നു. അതായത് ഒരു ഉയർന്ന മൂക്ക്, ഒരു വിടർന്ന കണ്ണുകൾ, വിരിഞ്ഞ മാർവിടം, ഇങ്ങനെ ഒരു മഹാപുരുഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും ജീവഗോസ്വാമിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ആചാര്യന്മാർ അദ്ദേഹത്തിനെ കുറിച്ച് പറയാറുള്ളത്. വളരെ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ പ്രതിമകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നാണ്. അവിടെ കൃഷ്ണബലരാമന്മാരുടെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു കൃഷ്ണബലരാമന്മാരുടെ പ്രതിമ അദ്ദേഹത്തിന് എന്നാണ്.
എന്നിട്ട് അതിനെ വളരെ പരിശുദ്ധമായ ഭക്തിയോടുകൂടെ അതിനെ സേവിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കരയും. പിന്നെ വെറുതെ കരയുക മാത്രമല്ല, അവിടെ ഭംഗിയായിട്ട് ഭഗവാനെ അലങ്കരിക്കും, പൂജകൾ ചെയ്യും, നിവേദ്യങ്ങൾ സമർപ്പിക്കും. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ഇങ്ങനെ ആ നിവേദ്യം കഴിച്ചിട്ടുള്ള പ്രസാദം മാത്രം കഴിക്കും. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും പ്രസാദം കൊടുക്കും. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഉണ്ണിക്ക്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭഗവാനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉറങ്ങണത് എങ്ങനെയാണ്? ആ ഭഗവാന്റെ രൂപത്തിനെ, ബിംബത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങും എന്നാണ്. അച്ഛനന്മാർ വരച്ചത് എന്താ, ഇദ്ദേഹം കുട്ടിക്കളി കളിക്കുകയാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം രാധാറാണിയുടെ വിശേഷപ്പെട്ട സഖിമാരിൽ, തോഴിമാരിൽ അവരുടെ ഒരു തോഴിയായിരുന്നു പൂർവ്വജന്മ അതായിരുന്നു യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നുള്ളത് കൊണ്ട് ബലരാമന്മാരുടെ, രാധാകൃഷ്ണന്മാരുടെയൊക്കെ സേവ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ഉപേക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു ജീവഗോസ്വാമി ഈ ഉണ്ണിയുടെ ലീല കണ്ടിട്ട്, ഈ കളികൾ കണ്ടിട്ട്, കൃഷ്ണബലരാമന്മാരോടുള്ള സ്നേഹം കണ്ടിട്ട് ആ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ എന്തെന്നില്ലാതെ ആനന്ദിച്ചു. ഈ ഉണ്ണിയെ വളരെയധികം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസത്തിനായിട്ട് പോയ സമയത്ത് വളരെ എളുപ്പത്തിൽ അദ്ദേഹം സംസ്കൃത വ്യാകരണം, അതേപോലെ തന്നെ ധാരാളം സാഹിത്യങ്ങൾ, പിന്നെ ന്യായശാസ്ത്രം, തത്വശാസ്ത്രങ്ങൾ, ഇത് മുഴുവൻ അദ്ദേഹം വളരെ പെട്ടെന്ന് ഹൃദയസ്ഥാക്കിയതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ശ്രീമദ് ഭാഗവതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലൈഫ് ആൻഡ് സോൾ എന്ന് പറയില്ലേ, ആത്മാവും ജീവനുമായിരുന്നു ശ്രീമദ് ഭാഗവതം എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ പോലും കൃഷ്ണകഥകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഇതിൽ ആനന്ദ അബുദ്ധി വർധന എന്നാണ് പറയണത്. ആനന്ദമയമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഭാഗവത ഉപാസനയിൽ കൂടെ ഈ ജീവഗോസ്വാമിക്ക് എന്ന് പറയുന്നു. ഒരാളും അദ്ദേഹത്തിന് മുമ്പിൽ ധൈര്യപ്പെട്ടില്ല. കൃഷ്ണനെക്കുറിച്ച് അല്ലാതെ മറ്റൊന്ന് സംസാരിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മുമ്പിൽ എന്നാണ്. അങ്ങനെ ജീവഗോസ്വാമി പല നവദ്വീപിൽ, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ലീലകൾ നടന്ന സ്ഥലങ്ങളിൽ മുഴുവൻ സഞ്ചരിക്കാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിൻ്റെ കൂടെയാണ് ജീവഗോസ്വാമി നവദ്വീപ് മുഴുവൻ കാൽനടയായിട്ട് സഞ്ചരിച്ചത്. അത്യത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ നടന്നുള്ള സ്ഥലങ്ങളെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു, അവിടെയൊക്കെ ഭജന ചെയ്തു എന്നാണ്. പിന്നീട് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സംസ്കൃതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആ പദവി, ആ ഡിഗ്രികൾ വരെ അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് താമസിക്കുന്നത് എവിടെയാണ്? വൃന്ദാവനത്തിലാണ് അദ്ദേഹം സ്ഥിരതാമസമാക്കിയത് ജീവഗോസ്വാമി എന്നാണ്. പിന്നെ രൂപഗോസ്വാമിയെയും സനാതന ഗോസ്വാമിയെയും വളരെ വിനയത്തോടുകൂടെ ശുശ്രൂഷിക്കുക. ഇപ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കുക. ഗുരുവരനുഗ്രഹണേവ പുമാൻ പൂർണ്ണപ്രശാന്തയെ എന്നാണ്. അവനവൻ്റെ ആ വലിയ ഗംഭീരമായിട്ടുള്ള സ്ഥാനമാനങ്ങളെ കൊണ്ടോ അവനവൻ്റെ ശാസ്ത്ര പാണ്ഡിത്യം കൊണ്ടോ കൊണ്ടൊന്നും ഭഗവാൻ സന്തോഷിക്കില്ല. പ്രിയതേ അമലയാ ഭക്തിയ എന്നാണ്. പരിശുദ്ധമായ ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. പരിശുദ്ധമായിട്ടുള്ള ഭക്തി വേണമെങ്കിൽ, ഭക്തി ഉണ്ടാവുമ്പോൾ വിനയം തന്നെ വരുന്ന പറയണത്. ഈ വിനയം അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു എന്നതും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. ജീവഗോസ്വാമിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ എന്തായിരുന്നു, ഡ്യൂട്ടി എന്തായിരുന്നു? സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി അവരെയൊക്കെ പാദം കഴുകിക്കുക, അവരെ പൂജിക്കുക. പിന്നെ അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അതൊക്കെ അത് മുഴുവൻ വീണ്ടും എഴുതുക, അതിൻ്റെ കോപ്പികൾ എടുക്കുക, അതിൻ്റെ പകർപ്പുകൾ എടുക്കുക, പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്യുക. ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ എന്നാണ്. അതിന് ശേഷമാണ് ഈ ജീവഗോസ്വാമിക്ക് രൂപഗോസ്വാമിയിൽ നിന്നും മന്ത്രദീക്ഷ ലഭിച്ചത് എന്നാണ്. അത്ഭുതകരമാണ് ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എന്നാണ്. ഒരിക്കൽ വല്ലഭാചാര്യൻ വല്ലഭ സമ്പ്രദായത്തിൻ്റെ അത് ഉപജ്ഞാതാവാണ് വാസ്തവത്തിൽ വല്ലഭാചാര്യർ. ശ്രീനാഥ്ജിയൊക്കെ സേവിക്കുന്ന ശ്രീവല്ലഭ സമ്പ്രദായത്തിലാണ് എന്നാണ്. വല്ലഭാചാര്യൻ അവിടെ വൃന്ദാവനത്തിൽ വന്നിട്ട്
രൂപഗോസ്വാമി എഴുതിയിട്ടുള്ള ഏതോ ഗ്രന്ഥത്തിനെ കുറിച്ചിട്ട് അത് അവിടെ അത്ര ശരിയായില്ല, ആ എഴുതിയത് അത്ര ഒന്നും ശരിയായില്ല, കുറച്ചൊക്കെ അത് പാകപ്പിഴകളുണ്ടെന്ന് എന്തോ പറഞ്ഞ സമയത്ത് രൂപഗോസ്വാമി അതൊന്നും കണക്കാക്കാൻ പോയില്ല. കാരണം എന്ത് പറയട്ടെ, ഭഗവാൻ തോന്നിച്ചത് എഴുതി അത്രയല്ലേ ഉള്ളൂ, അത് മാത്രം വിചാരിച്ചു. പക്ഷേ ജീവഗോസ്വാമിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവഗോസ്വാമി എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ കാളിന്തി തീരത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും വിശദമായിട്ട് പരാമർശിച്ചു. വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസ്കൃതത്തിൻ്റെ ഒക്കെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ജ്ഞാനം, അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ കേട്ട സമയത്ത് ആ വല്ലഭാചാര്യർക്ക് ഒന്നും പറയാനില്ലാതായി. തർക്കിച്ച് തോൽപ്പിക്കാനൊക്കെ പറയാറില്ലേ, ഇത് രൂപഗോസ്വാമി ഇത് കേട്ടു, ഈ സംഭവങ്ങളെല്ലാം കേട്ടു. രൂപഗോസ്വാമി പറയുന്നു, ഇത്രയും ഇദ്ദേഹം ഈ വല്ലഭാചാര്യ ഒരുപാട് പ്രായമായിട്ടുള്ള ആളാണ്. വല്ലഭാചാര്യൻ്റെ ഇത്രയും പ്രായമായ ആചാര്യൻ്റെ മുമ്പിൽ അവരോട് സംസാരിക്കാൻ നീയൊക്കെ ആരാണ്? അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കരുത്, എന്നെ എനിക്ക് കാണണ്ടെന്ന് പറയാണ് രൂപഗോസ്വാമി. നീ പൊയ്ക്കോ വിടുന്ന്, നിൽക്കരുതെന്ന് പറയാണ്. അങ്ങനെ രൂപഗോസ്വാമി ഉപേക്ഷിച്ചു എന്ന് വന്ന സമയത്ത് ഇവിടെ യമുനാതീരത്ത് നന്ദഘാട്ട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു മുതലയാണ് അവിടെ താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ആ മുതല താമസിക്കുന്നതിൻ്റെ അതിൻ്റെ ഉള്ളിൽ മുതലയോട് കൂടിയിട്ട് അവിടെ താമസിച്ചു ആര്? ജീവഗോസ്വാമി. അവിടെ ഫാസ്റ്റിംഗ് തുടങ്ങിയെന്നാണ് പറയുന്നത്. കുറേ ദിവസങ്ങൾ ഒരു ഭക്ഷണം കഴിക്കാതെ മുതല താമസിക്കുന്ന മുതലയുടെ മടയിൽ കയറുക എന്ന് പറയില്ലേ, ആ മാളത്തിൽ കയറിയിട്ട് താമസാക്കി ഫാസ്റ്റിംഗ്. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ രൂപഗോസ്വാമിക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ മരിക്കുകയാണെങ്കിൽ അവൻ മരിച്ചോട്ടെ എന്നാണ്. അപ്പോൾ സനാതന ഗോസ്വാമി മുതലായിട്ടുള്ള മറ്റുള്ള ഭക്തന്മാരെല്ലാവരും രൂപഗോസ്വാമിയോട് അപേക്ഷിച്ചു, ഒരു തെറ്റ് ക്ഷമിച്ചുകൂടെ എന്നുള്ളത്. അതാണ് വൈഷ്ണവ അപരാധം ഈ കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും ഒരു വൈഷ്ണവനെ അപരാധം ചെയ്യരുത്, അപരാധം ചെയ്ത് കഴിഞ്ഞാൽ അതിന് തക്ക ശിക്ഷ കിട്ടും. തൻ്റെ മരുമകനിൽ കൂടെ രൂപഗോസ്വാമി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. ക്രിറ്റിസൈസ് ചെയ്യരുത്, ആരെയും താഴ്ത്തിക്കെട്ടരുത് എന്നുള്ളത്. അത് കാരണം അദ്ദേഹം പ്രായമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ താഴ്ത്തിക്കെട്ടാൻ പാടില്ല എന്നുള്ളത് വലിയ പാഠങ്ങളാണ് ആചാര്യന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ശീല പ്രഭുപാദർ പറയുന്നു, നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനാണ് ജീവഗോസ്വാമിയുടെ ഇതേ വിധത്തിൽ പെരുമാറിയത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, രൂപഗോസ്വാമി പറയുന്നത് എന്താ? വാചോ വേഗം, മനസ്സ ക്രോധവേഗം, ജിഹ്വാവേഗം, ഇതിനൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ വാക്കുകളെ, മനസ്സിനെ, പിന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈശ്വരനിൽ നിന്നും ഭഗവാനിൽ നിന്നും കൃപ ഉണ്ടാവുള്ളൂ, അനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ വളരെ തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദഹരി. നാമം ജപിക്കുമ്പോൾ ആ നാമം എന്നുള്ളത് നമ്മൾക്ക് ഫലിക്കണമെങ്കിൽ നമ്മൾ വിനയം ഉണ്ടാവണം. മറ്റുള്ളവരെ വൈഷ്ണവന്മാരോട് അപരാധം ചെയ്യാതെ അപരാധരഹിതമായിട്ട് വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും തിരോധാനത്തിന് ശേഷം ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ ആചാര്യനായിട്ട് മാറി എന്നാണ്. അപ്പോൾ എന്തിന് നവദ്വീപിലും വൃന്ദാവനത്തിലും ജഗന്നാഥപുരിയിലും അവരുടെ മുഴുവൻ ആചാര്യനായിട്ട് ജീവഗോസ്വാമി മാറി എന്നാണ്. എപ്പോഴും അങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഒരു വിനയത്തോട് കൂടിയിട്ടുള്ള ഒരു ഭക്തന്മാരുടെ സേവകനെ പോലെയായിരുന്നു എന്നാണ്. വളരെ സ്നേഹത്തോടു കൂടി വരുന്ന, വൃന്ദാവനത്തിലൊക്കെ വരുന്ന, നവദ്വീപിലൊക്കെ വരുന്ന ആളുകളെ മുഴുവൻ അദ്ദേഹം സേവനം ചെയ്യും. അവർക്ക് വേണ്ടി പ്രസാദം ഉണ്ടാക്കും, അവർക്ക് വേണ്ടി താമസിക്കാനുള്ള റൂമുകൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്നിട്ട് അവരെ വ്രജമണ്ഡല പരിക്രമയ്ക്ക് അവരെ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കും. ആരാണ് വാസ്തവത്തിൽ അദ്ദേഹം? സൂപ്പർ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് സ്കോളറായിരുന്നു ജീവഗോസ്വാമി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടാണത്രേ ശ്ലോകങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് സമയം വേണ്ട, മനസ്സുകൊണ്ട് കമ്പോസ് ചെയ്യാം ശ്ലോകങ്ങളെ എന്നാണ്.
എന്നിട്ട് അതിനെ യാതൊരു മാറ്റവും വരുത്താതെ അത് എഴുതാൻ അദ്ദേഹത്തിന് ജീവഗോസ്വാമിക്ക് എന്തൊന്നുമില്ലാത്ത പ്രഭാവം ഉണ്ടായിരുന്നു. എഴുതെവിടെയാണ്? ഒരു സ്റ്റീൽ പേനാണ്, ഒരു പണ്ടത്തെ പേനുണ്ട്, അങ്ങനെ അത് ഈ മഷിയിൽ മുക്കിയിട്ട് എവിടെയാണ് അദ്ദേഹം എഴുതാറുള്ളത്? ഇതിൽ താളിയോലകളിലാണ്, താളിയോല ഗ്രന്ഥങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതാറുള്ളത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് എഴുതാനൊരു സ്ഥലം വേറെ വേണ്ട എന്നാണ് പറയണത്, എഴുതാനൊരു മുറി വേണ്ട. നമ്മളൊക്കെ എഴുതണമെങ്കിൽ എന്താ സൗകര്യം വേണം? അദ്ദേഹത്തിന് മുറി വേറെ വേണ്ട. പിന്നെ ഒരിക്കലും അത് തിരുത്തി എഴുതലുണ്ടായിട്ടില്ല. പിന്നെ എഡിറ്റിങ് അതിൻ്റെ ആവശ്യമില്ല, റീറൈറ്റിങ് വേണ്ട, ഇതൊന്നും വേണ്ട. ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും, സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോയെന്നൂടെ നോക്കണ്ട. നമ്മളൊക്കെ വല്ലത് എഴുതിയാൽ എത്ര സമയം അതിനെ തിരുത്തണം, അതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് നോക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. പിന്നെ അദ്ദേഹം ഏറ്റവും വലിയ തത്വചിന്തകനായിരുന്നു. ഈ സമൂഹത്തിലെ, അതായത് നമ്മളുടെ സനാതനധർമ്മത്തിലെ ആ മാർഗത്തിൽ ഏറ്റവും വലിയ തത്വചിന്തകനായിരുന്നു അദ്ദേഹം എന്നാണ്. പിന്നെ ഏറ്റവും ജീവഗോസ്വാമി ഏറ്റവും ഇളയ, പ്രായം കുറഞ്ഞിട്ടുള്ള ആളായിരുന്നു. അതാണ് പ്രത്യേകത. ജീവഗോസ്വാമിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ആളായിരുന്നു. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന 5 ലക്ഷം ശ്ലോകങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കൃതികളിൽ കൂടെ 5 ലക്ഷം ശ്ലോകങ്ങളാണ് അദ്ദേഹം നമ്മളുടെ ഗൗഡീയ വൈഷ്ണവ പരമ്പരയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ്. പിന്നെ അത് വൈദികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ അറിവ്, വ്യുൽപ്പത്തി, പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ആ ഇതിൻ്റെ ധർമ്മത്തിൻ്റെ ഒരു പരിശുദ്ധമായിട്ടുള്ള അവസ്ഥ, പൂർണ്ണത, ഇതെല്ലാം അദ്ദേഹത്തെ കൃതികളിൽ കാണാനായിട്ട് സാധിക്കും എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. ഗോപാലചമ്പു, പിന്നെ ഷഡ് സന്ദർഭങ്ങൾ. ഏതൊക്കെയാണ് ഷഡ് സന്ദർഭങ്ങൾ? 6 അതോ വിശേഷപ്പെട്ട ഗ്രന്ഥമാണിത് എന്നാണ്. നമ്മൾ അത്ഭുതം തോന്നുന്നതിൽ ഓരോ ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലും തത്വസന്ദർഭം, ഭാഗവത സന്ദർഭം, പരമാത്മാ സന്ദർഭം, കൃഷ്ണ സന്ദർഭം, പിന്നെ ഭക്തി സന്ദർഭം, പ്രീതി സന്ദർഭം, അങ്ങനെ ഷഡ് സന്ദർഭങ്ങൾ എഴുതിയിട്ടുള്ളത് സാക്ഷാൽ ഈ ജീവഗോസ്വാമി തന്നെയാണ് എന്നാണ്. ഗോപാലചമ്പു അത്, പിന്നെ ഹരിനാമ വ്യാകരണം ഹരിനാമ വ്യാകരണം, അതും ഈ ജീവഗോസ്വാമി എഴുതിയിട്ടുള്ള ഗ്രന്ഥം തന്നെ ആണ് എന്നാണ്. പിന്നെ ഇതിലൊക്കെ അദ്ദേഹം ലോകത്തിനോട് ഉറക്കെ പ്രഖ്യാപിച്ചു എന്ത്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ നടത്തിയത് ഏറ്റവും ആ ഉന്നതമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത് സാക്ഷാൽ ജീവഗോസ്വാമി തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അനേകം ജീവസ്യ ജീവനം എന്നാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയാറുള്ളത്. എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം ഭാഗവത വ്യാഖ്യാനത്തിൽ കൂടെ അദ്ദേഹം പകർന്നു കൊടുത്തു എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. പിന്നെ ജീവഗോസ്വാമിയുടെ ഗോപാലചമ്പു എന്നുള്ള ഗ്രന്ഥത്തിലെ ഗോവർദ്ധന ലീലയെക്കുറിച്ചിട്ടും ഒരു സൂചന നമ്മൾക്ക് ആചാര്യന്മാർ പറയാറുണ്ട്. ഭഗവാൻ ഗോവർദ്ധന യാഗം ഗോപന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ. ആ സമയത്ത് ഭഗവാൻ കാർമ്മികനാണ്, മുഖ്യ കാർമ്മികനായിട്ട് 7 വയസ്സായുള്ള ഭഗവാൻ നിൽക്കുന്നുണ്ട്. നന്ദഗോപരുണ്ട്, യശോദണ്ട്, ഗോപന്മാരെല്ലാവരും ഉണ്ട്. ആ പൂജകളൊക്കെ സമർപ്പിച്ച് നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ആ ഗോവർദ്ധനത്തിന് വലിയൊരു ശിലയിലുള്ളെന്നും വലിയൊരാളിങ്ങനെ എഴുന്നേറ്റ് വരുന്നു. ഭഗവാൻ നന്ദഗോപൻ ചോദിച്ചു, ഉണ്ണി ഇത് ആരാന്ന് ചോദിക്കുന്നു. ഉടനെ ഭഗവാൻ പറഞ്ഞു, അച്ഛാ അതെ, രൂപിയെന്നോ അനുഗ്രഹം വ്യഥാൽ ഗോവർദ്ധന ഭഗവാനാണ് എൻ്റെ അച്ഛ നമ്മളുടെ മുമ്പിലേക്ക് നേരിട്ട് വരുന്നത്. വലിയൊരു പർവ്വതം പോലെ വലിയൊരു രൂപം മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് മുന്നിൽ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ 4 ഭാഗവും നോക്കി. എന്താ ഉണ്ണി നോക്കണത് ഇദ്ദേഹം ചോദിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, എൻ്റെ അച്ഛ ഇദ്ദേഹത്തിന് വിശക്കണു, ഭക്ഷണം കഴിക്കാനാണ് ചോദിക്കണതെന്ന്. അപ്പം എല്ലാ ഭക്ഷണവും കൊടുക്കാമെന്ന് പറയുന്നു. അതിങ്ങനെ കൊടുക്കേണ്ട പഴം കഴിക്കുന്നുണ്ട്. അന്യോർ എന്ന് ഒരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ്. അന്യോർ എന്നൊരു ഗ്രാമം തന്നെ ഗോവർദ്ധന കൃപയിൽ കാണാൻ സാധിക്കും. അവിടെ അന്യോർ അത് അന്യോർ എന്ന് പറഞ്ഞാൽ ഇനിയും വേണം പോരാ എന്നാണ് പറയണത്. കൊടുക്കണമെന്ന് മുഴുവനും കഴിക്കുക. ഗോപാലചമ്പൂല് പറയണു, ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഒരു വിരലിങ്ങനെ ചപ്പി കുടിക്കുന്നുണ്ടെന്നാണ് പറയണത്. വാരി ഒരു കൈ കൊണ്ട് കഴിക്കുക, മറ്റേ കൈയുടെ ഒരു വിരൽ എപ്പോഴും ചപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. യശോദ നോക്കുന്നുണ്ട്. എന്താണാവോ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ വാരിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് തൻ്റെ ഉണ്ണിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒന്നുകൂടി നോക്കുന്ന സമയത്താണ്
യശോദ കണ്ടു. ആ തലയുടെ ഒരു ഭാഗത്തൊരു പീലി, ഒരു കുഞ്ഞു പീലി കണ്ടു. യശോദയ്ക്ക് സംശയം തോന്നി. അല്ല, എനിക്ക് തോന്നിയതായിരിക്കും. എൻ്റെ ഉണ്ണി, എൻ്റെ ലാല അതേപോലെയൊന്നും അല്ല, എൻ്റെ ഉണ്ണി അതേപോലെയൊന്നും അല്ല, തോന്നിയതായിരിക്കും. യശോദയുടെ ആ ഭാവത്തിന്, ആ തിരിച്ചറിവിനെ മായ കൊണ്ട് ഭഗവാൻ മറച്ചു. വാത്സല്യം വർദ്ധിച്ചു. അടുത്ത് നിൽക്കുന്ന ഉണ്ണിയോട് കൂടുതൽ വാത്സല്യം യശോദാദേവിക്ക് തോന്നി എന്നാണ്. അപ്പം അങ്ങനെ അനേക ലീലകളുണ്ട് എന്നാണ്. അവിടുന്ന് ഗോപാൽ ജമ്പുൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നന്ദഗോപർ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ 4 ഭാഗവും നോക്കുകയാണ്. ചോദിച്ചു, എന്താണ് നോക്കണത് ഉണ്ണി? ഇദ്ദേഹം നോക്കണതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല. ഭഗവാൻ, എനിക്ക് മനസ്സിലാവും ഇദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതെ, കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ്. വെള്ളം എവിടുന്നാണ്? അതോ പാല്, മോര് എല്ലാം കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ വൃന്ദാവനത്തിലുള്ള പാലും മോരും മുഴുവൻ കൊണ്ടുവന്ന പാത്രങ്ങളെ കാണുള്ളൂ, അതിലുള്ള സാധനങ്ങളൊന്നും കാണില്ല. ഒടുക്കം ആ ഗോവർദ്ധനത്തിൻ്റെ ചുറ്റുമുള്ള അനേകം 10-16 തീർത്ഥങ്ങളുണ്ട്. അത് മുഴുവൻ കുടിച്ചു വറ്റിച്ചിട്ട് അവിടുന്ന് അന്തർധാനം ചെയ്തു. ഇതൊക്കെ ഗോപാലശംഭുവിൽ, ജീവഗോസ്വാമി എഴുതിയിട്ടുള്ള ഗോപാലശംഭുവിലുള്ള വിശേഷപ്പെട്ട മനോഹരമായുള്ള സന്ദർഭങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ജീവഗോസ്വാമി വളരെയധികം ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. അതായത് ജാഹ്നവ മാതാജി, ജീവഗോസ്വാമി, ശ്രീനിവാസ ആചാര്യ, നരോത്തമദാസ് ഠാക്കൂർ, ശ്യാമസുന്ദർ പ്രഭു ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ടാണ് ഇവിടെ ഗോസ്വാമിമാർ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥങ്ങളെല്ലാം വൃന്ദാവനത്തിൽ നിന്നും ബംഗാളിലേക്ക് കൊണ്ടുപോയത്. കാരണം ഇതൊക്കെ അമൂല്യമായ രത്നങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ, ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോയത്. ജീവഗോസ്വാമിയുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ബംഗാളിലേക്ക് കൊണ്ടുപോയിട്ട് ബംഗാളിൽ അതിന് മുഴുവൻ സൂക്ഷിച്ചതിനൊക്കെ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിലേക്കൊക്കെ പല ഭാഷകൾക്കും ട്രാൻസ്ലേഷൻ ചെയ്ത് ലോകത്തിൽ മുഴുവൻ ഗൗഡീയ സാഹിത്യ പരമ്പരകളെ നിത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ജീവഗോസ്വാമിയാണ് നേതൃത്വം വഹിച്ചത് എന്നും പ്രത്യേകം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് 1542 ജീവഗോസ്വാമി ശ്രീ രാധാ ദാമോദര അവിടുത്തെ ആ രാധാ ദാമോദര ക്ഷേത്രം സ്ഥാപിച്ചത് സാക്ഷാൽ ജീവഗോസ്വാമി തന്നെയാണ് എന്നാണ് സേവാകുഞ്ചിൽ കാണാൻ സാധിക്കും. അവിടുത്തെ സമാധി അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ വിലാസമഞ്ജരി എന്നാണ് ഈ ജീവഗോസ്വാമിയുടെ പൂർവ്വനാമം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ധാമം എന്താണ്? അവിടെ വിലാസമഞ്ജരി എന്നാണ്. അപ്പോൾ അത്ഭുതകരമാണ് ഈ ചരിത്രം. ഇത് കേൾക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ആ ഗൗഡീയ സമ്പ്രദായത്തിനോട്, അത് സാധാരണ ഒരു സമ്പ്രദായമല്ല, തള്ളിക്കളയേണ്ട സമ്പ്രദായമല്ല. നമ്മൾക്ക് ഒരുപാട് തത്വങ്ങളും ജ്ഞാനവും ഭക്തിയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള അത്രയും വിശേഷപ്പെട്ട മഹാത്മാക്കളാണ് ഇവരൊക്കെ. അപ്പോൾ ജീവഗോസ്വാമിയുടെ പാദത്തിൽ നമ്മൾ സാഷ്ടാംഗം 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇത് പറയാനായിട്ട് അനുഗ്രഹം തന്നിട്ടുള്ള ഗുരു മഹാരാജ്, പിന്നെ ശ്രീല പ്രഭുപാദർ, ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ, ആചാര്യന്മാർ, ഇവരെ സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു പരമ്പരയിലെ ആചാര്യന്മാർ, ശ്രീ ഗുരുവായൂർപ്പൻ, ഇവർക്കെല്ലാവർക്കും പ്രത്യേകം നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതെല്ലാം അവരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.